ഹായ്, ഇന്നൊരു ഈസി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി നോക്കാമേ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ചൂടായിട്ട് വരുമ്പം അതിൽ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് മൂപ്പിച്ച് കോരി മാറ്റി വെക്കണേ. ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം അതിന് കുറച്ച് മൂപ്പ് കൂടുതലുണ്ടല്ലോ. അതൊന്ന് ഏകദേശമായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ബദാമോ അതേപോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിൽ കൂടെ. ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ഏത്തപ്പഴം ചെറുതായിട്ട് നുറുക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ചും കൂടി ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്തന്നേ ഉള്ളേ. പഴം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് ഫ്രീസറിൽ വെച്ചിരുന്ന തേങ്ങയായിരുന്നു, അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഈ തേങ്ങയുടെ കൂടെ ഒരു അല്പം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ ഒരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ തേങ്ങയും നമുക്ക് ചേർക്കണമെന്ന് നിർബന്ധമില്ല. സാധാരണ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ആരും തേങ്ങ അങ്ങനെ ചേർക്കാറില്ല. ഇനി അത് തണുക്കാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 3/4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, കസ്റ്റാർഡ് പൗഡർ ഓപ്ഷണലാണ്. ഇനി നമ്മൾ ഈ തണുത്ത് വന്ന ആ ഒരു മിക്സിലേക്ക് നമ്മൾ ഈ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ചേർത്ത് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പാനിലേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഡയറക്റ്റായിട്ട് അടുപ്പിലേക്കല്ല വെക്കുന്നത്. ഒരു ഇരുമ്പ് ചട്ടി വെച്ചതിന് ശേഷം തീ കത്തിച്ച് ആ ചൂടായ ചട്ടിയുടെ പുറത്തേക്കാണ് ഞാൻ ഈ മിക്സ് ഒഴിച്ചിരിക്കുന്ന പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വേണം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട്. ഡയറക്റ്റായിട്ട് വെച്ചാൽ ചിലപ്പോൾ അത് അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇത് ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ നമുക്കിത് തിരിച്ചിട്ട് ഈ സൈഡ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ ഈ ഒരു കളർ ഷെയ്ഡിലേക്ക് വരും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.